നവാസിന് വേണ്ടത്ര രീതിയിൽ സിനിമയിൽ വേഷങ്ങൾ കിട്ടുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്കും തോന്നുന്നുണ്ട്. അതെ, അത്തരം ഒരു തോന്നൽ നവാസിനും ഉണ്ടാകാറില്ല, സ്വയം ഉണ്ടാകാറില്ലേ? അത്തരം തോന്നലുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നതാണല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ഒരു സമയം വരെ നമ്മൾ കുറേ തമാശ റോളുകൾ ചെയ്തു പോയപ്പോൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പണ്ട് മുതൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും പടത്തിലൊക്കെ ചെറിയ പടങ്ങളോ അല്ലെങ്കിൽ വലിയ പടങ്ങളോ ഒക്കെ എന്തെങ്കിലും തമാശ റോളോ കാര്യങ്ങൾ ചെയ്തു പോയി നമ്മുടെ ക്യാരക്ടറിനൊക്കെ അത് ബാധിക്കും. അല്ലെങ്കിൽ ക്യാരക്ടർ റോളിൽ ഫോക്കസ് ചെയ്താലാണ് അത്തരത്തിലുള്ള സീരിയസ് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പോൾ റേന നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിനെയും സിനിമയൊക്കെ ഒരേപോലെ സ്നേഹിക്കുന്ന ആളാണ്. അതിപ്പോൾ അതായിരിക്കും കണ്ടിട്ടുള്ള വേദികളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ എത്രയോ വേദികൾ കൂടിയിട്ടുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ സിൻസിയറായിട്ടാണ് അത് ചെയ്യുന്നത്. ആ വരുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അവിടെ നമ്മൾ അതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ മതി, സിനിമയാണ് അങ്ങനെയല്ല. ഞാൻ എല്ലാ സ്ഥലത്തും നമ്മൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേർതിരിവ് കാണിച്ച് അത് അങ്ങനെ ഇങ്ങനെ പോകണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു പ്രായം അല്ലെങ്കിൽ നമ്മുടെ പക്വത നമ്മൾ ചിന്തിക്കുന്ന ഒരു തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് സ്വാഭാവികമാണത്. അതിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതിൽ ഒരു ആൻസർ എനിക്ക് ഇനിയും കിട്ടാതെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒത്തിരി സുഹൃത്ത് വലയുണ്ട് അല്ലേ? ഒത്തിരി സുഹൃത്ത് വലയുണ്ട്. ഒരു മിമിക്രിയിലൂടെ വരുമ്പോൾ ആ മിമിക്രിയുടെ തുടക്കം മുതൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി സുഹൃത്ത് വല. ഇവരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്, ഇവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. അവിടെയൊക്കെ നവാസ് എന്ന വ്യക്തി എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് സെന്റിമെന്റ്സ്, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള സംഭവം പ്രൊഫഷനിൽ കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത ആളാണത്. ഞാനത് ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് കിട്ടണമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളാണ്. ആ രീതിയിലുള്ള അവർ പടം അനൗൺസ് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ വിളി കുറയ്ക്കും. മനസ്സിലാകുന്നുണ്ട? കാരണം ഇവിടെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള നിലനിൽപ്പുണ്ട്. അത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റുള്ള ഒരാളെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അതേപോലെ ലീഡിങ് റോളല്ല ഞാൻ പറയണത്, ചെറിയ ചെറിയ റോളുകളാണെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഒരാൾ ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ ഡയറക്ടറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണെന്ന് വിചാരിക്കുക, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അദ്ദേഹത്തെ ഞാൻ സൂചിപ്പിക്കും, പക്ഷേ ഈ ക്യാരക്ടർ വേണമെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ സിനിമയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇത്തരം ചില മുഖങ്ങൾ വെച്ച് നമുക്കൊരു ബിസിനസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് അത്ര ആ ഒരു വലിയ റോൾ അങ്ങനെ കൊടുത്താൽ ഞാൻ അതിന് അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് എനിക്കറിയാവുന്നതിൻ്റെ പേരിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിനു മുമ്പ് ഭയങ്കര കണക്ഷൻ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റിങ്ങിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരെ സിനിമ അനൗൺസ് ചെയ്തുമ്പോൾ ഞാൻ ആ വിളി കുറയ്ക്കും. കാരണം വെച്ചാൽ എൻ്റെ ഒരു കോള് കൊണ്ട് അങ്ങനെ തോന്നലുണ്ടാവേണ്ട. ആ ഒരു കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. കാര്യം എന്താ വെച്ചാൽ ചില പടത്തിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് വിളിക്കും, വിജയിച്ച മിക്ക പടങ്ങളും. പക്ഷെ അത് പിന്നെ എങ്ങനെയോ തട്ടി വേറെ എന്തോ അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും ഇന്ന ആള് പറഞ്ഞിട്ടാണ് വേണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ സോറി പറയും നവാസ്ഖാനെ വെച്ചു. അത് എനിക്കും അറിയാമല്ലോ അത്. അപ്പോൾ ഈ മൂവി ഇറങ്ങുമ്പോൾ ഞാൻ പറയും ഞാൻ ഈ പടം കാണാൻ വരില്ല എന്നും പറയും. എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ വരില്ല എന്ന് പറയും. പക്ഷെ നവാസ്ക്ക് പറയും അങ്ങനെ പറയരുത്, എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയാണ്, നമ്മളങ്ങനെ പറയരുത്. ആരോ ഒരാൾ എന്തോ ട്രബിൾ ചെയ്തതിന് നമ്മളങ്ങനെ കാണുക, നമ്മൾ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാം. ഇപ്പോൾ ഈശ്വരൻ നമുക്കത് തരാൻ വിധിച്ചിരുന്നെങ്കിൽ അതാരും കൊണ്ടുപോകില്ല, അതെനിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതെനിക്ക് വിധിച്ചിട്ടില്ലാത്ത കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. അപ്പം അങ്ങനത്തെ മൈൻഡിൽ എടുക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോലും നല്ലതല്ല എന്ന് തോന്നുന്നു. കാരണം അതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാ ബിസിനസ്സിലും എല്ലാ പ്രൊഫഷനിലും സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെ കാണുന്നതാണ് കേട്ടോ. കാരണം അതിനകത്ത് ഒരാളെ നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതിലും കുറ്റം പറയുന്നതിലൊന്നും അതൊക്കെ വെറുതെ വിഡ്ഢിത്തരമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആ ചർച്ച പോലും അതങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. ഇതാണ് നവാസ്, അതാണ് രഹന പറഞ്ഞത്. ഇതാണ് രഹന പറഞ്ഞത് സത്യം. ഇതാണ് നവാസ്. ചർച്ച ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല നവാസ്. ഇപ്പൊ രഹന പറഞ്ഞ ഒരു പോയിന്റ് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള, നവാസിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ മറ്റൊരാൾ പറഞ്ഞ് വേണ്ട എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയ്ക്കും മക്കൾക്കും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ആ കഥ, നവാസിന്റെ കഥ കേൾക്കുന്നോണ്ടാ സ്വാഭാവികമായിട്ടൊരു ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഭാര്യ എന്ന് വെച്ചാൽ കലാകാരിയും കൂടിയാണ്.
ഒരു ബുദ്ധിമുട്ട് തുറന്നു അല്ല, ചർച്ച അതൊക്കെ ആയിക്കോട്ടെ, ചെയ്യേണ്ടതാണ്. കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതാണ് സത്യം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നവാസ് അത് ഈസി ആയിട്ട് അല്ല ശരി അങ്ങനൊക്കെ നമ്മൾ പറഞ്ഞ അതിന്റെ ആ പുറകെ പോകുന്നതില്ല, ആ അന്വേഷണമില്ല. ആ അന്വേഷണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കാരണം നമ്മുടെ ഇപ്പൊ ഞങ്ങൾ കാണുമ്പോൾ പറയും നിങ്ങൾക്കൊക്കെ ഇത്ര പ്രായമുണ്ടോ, നിങ്ങൾക്ക് ഭയങ്കര ചെറുപ്പമായിരിക്കണല്ലോ, എന്താണ് ഇതിന്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെ പൊക്കാൻ വേണ്ടിയിട്ടോ അതല്ലാതെ ഒക്കെ ആണെങ്കിലും സ്വാഭാവികമായിട്ട് ഇപ്പൊ മക്കൾ എന്ത് പഠിക്കും, മക്കൾ മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൻ എന്ത് പഠിക്കുന്നു, അത്ര 3 മക്കളുണ്ടോ എന്നൊക്കെ ഇവർ പറയുമ്പോൾ എന്താണത്? ഞാൻ പറഞ്ഞു ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങണത്. ഞാൻ ഈ നിമിഷം വരെ ഒരു രാത്രി പോലും ഉറങ്ങാത്ത ദിവസം ഉണ്ടായിട്ടില്ല. 1 മണിക്കൂർ പോലും ഇന്നെന്താണ് ഉറക്കം വരുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങണത്. ആ സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും. മനസ്സിലായ? ബാക്കി ഈ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞ നേട്ടങ്ങൾ, അവിടെ നിന്ന് അത് കിട്ടി അത് കിട്ടി, ആ സംഭവത്തിന് അത് പോയി പിടിക്കും. ഈ സംഭവത്തിലാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് തന്നൊരു സ്ഥലം എവിടെ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കിട്ടുന്നത് ഭംഗിയാക്കി ചെയ്യുക, സമാധാനമായിട്ട് ജീവിക്കുക. അത് ഒരു ലൈഫല്ലേ ഉള്ളൂ എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ അത് ഏറെക്കുറെ ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ നവാസ്ക്ക് ഇങ്ങനെ പറയില്ല. പിന്നെ വിളിച്ചിട്ട് ഇതുപോലെ കിട്ടാതെ ക്യാരക്ടർ മാറിപ്പോകുമ്പോഴും പക്ഷെ എനിക്കും പിന്നെ കുഴപ്പമില്ലാതെ കാര്യം അല്ല ആ ആളുടെ പടം ഇറങ്ങും ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പോയി കാണും. നമ്മളും അങ്ങനെ ആയി. പക്ഷെ അതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല നമുക്ക് സമാധാനം കിട്ടും. അത് ശരിയാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ്സാണത്. അതെന്താണ് അങ്ങനെ, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അല്ലാത്തതിന് അതിന്റെ പുറകെ നമ്മൾ പോകാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. എൻ്റെ അങ്ങനെയാണ്. കാരണം വെച്ചാൽ അത് വരേണ്ടത് വേറെ എന്തൊക്കെ തടസ്സങ്ങൾ, ഇപ്പോൾ ഒരു വ്യക്തികൾ എന്നല്ല ഞാൻ പറയണത്, മറ്റെന്തെല്ലാം തടസ്സങ്ങൾ സംഭവിക്കാം. പക്ഷേ നമ്മളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വരും, പറന്നു വരും. നവാസ് ചെയ്തു വെച്ച സിനിമയിൽ ഏറ്റവും തൃപ്തി നൽകിയതും നവാസിന് ഇന്നും മനസ്സിലാഴത്തിൽ തട്ടിയ സിനിമ ഏതായിരുന്നു? ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന എങ്ങനെയൊക്കെ ചെയ്തു പോയ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പലതും വൈറലാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഏതാന്ന്. കാരണം വെച്ചാൽ വൈറലാണ് പല സീനുകളും. കോട്ടക്കര എന്ന് പറയുന്ന സാധനം വൈറലാണ് ഇപ്പോൾ. പരസ്പര ബന്ധമില്ലാതെ കഴിയുന്ന മൈഡിയർ കരടി എന്ന് പറയുന്ന സംഭവത്തിൽ. കാരണം നമുക്ക് തൃപ്തി തരില്ല എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ എങ്ങനെയോ ചെയ്തു പോയി ആ ഒരു പ്രായത്തിൻ്റെ സംഭവത്തിൽ എന്തൊക്കെ തമാശകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വളിപ്പ് എന്നൊക്കെ പറയൂല നമ്മൾ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു പോയി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പിള്ളേർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏത് പറയും. ഒരു ദിവസം മായാജാലം എന്നുള്ള പടത്തിൽ, ഒരു ചെറിയ പടമാണ്, ബാലഗിരി സാറ് ചെയ്ത പടമാണ്, മുകേഷ് ചേട്ടനാണ് അതിൽ കയറും, പ്രേംകുമാരൻ ചേട്ടൻ, ഞങ്ങൾക്കൊക്കെ എല്ലാം കോമ്പിനേഷൻ വരും. പപ്പുച്ചേട്ടൻ എല്ലാവരും ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഏജിൽ നിന്ന് കുറച്ച് വേഷമൊക്കെ കിട്ടിയൊരു പ്രായമുള്ള ക്യാരക്ടറായിട്ട് ഞാൻ എന്താണ് മോളെ എന്നൊക്കെ പറഞ്ഞ് പക്ക മിമിക്രി ടോണിൽ ചെയ്തൊരു സാധനമാണത്. തൃശ്ശൂർ ഞാൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ഫാമിലി അവർ കുറേ നേരമായിട്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. കഴിച്ചൊരു വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നവാസ് ഞങ്ങളുടെ കയ്യിൽ ഒറ്റ CD ഉള്ളൂ കേട്ടോ, അത് മായാജാലമാണ്, ഞങ്ങൾ USA-ലാണ്, ഇടയ്ക്കിടയ്ക്ക് അത് ഇട്ടിട്ട് കാണും. അപ്പോൾ ഈ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആളെടുക്കുന്നത് ഏതാണ്, അവർ സ്വീകരിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്തതെല്ലാം തൃപ്തിയോടുകൂടി ചെയ്തതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.